ഹലോ എവ്രി വൺ. നമുക്ക് സാധാരണയായി PSC ചോദ്യങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യവും അതിന്റെ ഉത്തരവും ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ചോദ്യം ഇതാണ്: ഐ എം അഫ്രൈഡ് ഹി ഈസ് ഡാഷ് സ്റ്റുപ്പിഡ് ആൻഡ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഫെയർലി, നോട്ട്, നോട്ട് ഓൺലി, റാദർ. ഈ ചോദ്യത്തിന്റെ ഉത്തരം റാദർ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് റാദർ എന്ന ഉത്തരം ഇതിന് ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. റാദർ എന്ന് പറയുന്നത് ഒരു ആഡ്വേർബ് ആണ്. നമ്മൾ അത് യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് ഇൻഡിറക്ട്ലി അല്ലെങ്കിൽ പൊളൈറ്റ്ലി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാദർ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് മറ്റ് ഓപ്ഷനുകൾ തെറ്റായിരിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. ഫെയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി പോസിറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ, പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകളിൽ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ്. ഫെയർലി ഗുഡ്, ഫെയർലി ഈസി ഒക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫെയർലി സ്റ്റുപ്പിഡ് എന്ന് നമ്മൾ പറയില്ല. നോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചേരില്ല, ബിക്കോസ് അത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഹി ഈസ് നോട്ട് സ്റ്റുപ്പിഡ് ആൻഡ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ എന്ന് പറയുന്നത് സെന്റൻസിന്റെ മീനിങ്ങിനെ തന്നെ ചേഞ്ച് ചെയ്യുന്നത് കാരണം നോട്ട് അതിന്റെ ആൻസർ ആയിട്ട് വരില്ല. നോട്ടുള്ളി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നോട്ടുള്ളി എന്ന് പറയുന്നത് ഒരു പെയർ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. നോട്ടുള്ളി ബട്ട് ഓൾസോ എന്ന് പറയുന്ന ഒരു പെയർ സ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതും ഇവിടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. റാദർ ആണ് ഇവിടുത്തെ ഉത്തരം. ഐ എം അഫ്രെയ്ഡ് ഹി ഈസ് റാദർ സ്റ്റുപ്പിഡ് ആൻഡ് വോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു മീൻ. താങ്ക് യു ഫോർ വാച്ചിങ്.